പെൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറയുന്ന പോലെ തന്നെ ആൺകുട്ടിക്കും കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികളാ. ആദ്യം ഒരു മിഠായി കൊടുക്കല്, മിഠായിന്റെ ഉള്ളില് സർപ്രൈസ് ആയിട്ട് ഫോൺ വെക്കണം, ഇവളെ സർപ്രൈസ് ആയിട്ട് കാണാൻ പോകുന്ന സമയത്ത് ഗിഫ്റ്റ് വാങ്ങണം. ആൺകുട്ടിക്ക് ചില ആൾക്കാർക്കൊന്നും ഒരു സേവിങ്സും ഇല്ല. ഉള്ള സേവിങ്സ് ഉള്ള ആള് തന്നെ ഈ ഒരു കല്യാണം കഴിക്കലോടുകൂടെ തീർന്നു പോകുന്ന ഒരവസ്ഥ വരുന്നത്. ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലോ ഗേൾസിന്റെ ഒക്കെ എക്സ്പെക്ടേഷൻ മാൽദീവ്സിൽ പോകണം, അല്ലെങ്കിൽ ഫുക്കറ്റിൽ പോകണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിച്ച് വരുന്ന ആൾ. അപ്പൊ അവര് ആദ്യം തന്നെ ഡിസപ്പോയിന്റഡ് ആവുകയാണ്. ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഫാന്റസീസിൽ അപ്പുറം കുറെ റിയലിസ്റ്റിക് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, ചില ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതിന് കുറെ എഫേർട്ട് ഇട്ടിട്ട് അവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവർ പിന്നെ കടം വാങ്ങിക്കാനും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ ആൺകുട്ടികളെ നെട്ടോട്ടായി. ഈ നെട്ടോട്ട് ഇവരെ റിലേഷൻഷിപ്പിനെ രണ്ടറ്റത്തേക്ക് കൊണ്ടുപോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനക്ക് മര്യാദയ്ക്ക് ഇവരോട് ഒന്നും മിണ്ടാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇവൻ ഈ വ്യക്തി വെച്ച കടം എന്ത് ചെയ്യണം, ഇവനിത് തീർക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പല കേസുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.